നിങ്ങളിൽ എത്ര പേരും മിഡിൽ ക്ലാസ്സിന് താഴെയായിരിക്കും. അപ്പം നിങ്ങളും എന്നെ പോലെ ഒന്നിലധികം ജോലി ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച് പഠിക്കുന്ന ജോലികൾ എത്രത്തോളം നമുക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ സാഹചര്യം. കാര്യം നമ്മൾ ആഗ്രഹിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ജോലിയോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. അപ്പം എത്ര സ്ട്രഗ്ലിങ് അതിൽ വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി ഫിനാൻഷ്യലി ടൈറ്റ് വന്നാൽ പോലും നമ്മളത് മനസ്സിലാക്കി കീപ്പ് ചെയ്ത് അങ്ങ് കൊണ്ടുപോകും. പക്ഷേ ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ഏകദേശം 4 കൊല്ലത്തിനപ്പുറം ഞാൻ ഈ ഫീൽഡിൽ തന്നെ ആഗ്രഹിച്ച് പഠിച്ച ജോലിയല്ലേ, എന്നെങ്കിലും ഒരിക്കൽ നമുക്കൊരു നല്ല കാലം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പിടിച്ച് നിന്നിട്ട് പോലും ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് നിൽക്കാൻ പറ്റുന്നില്ല. കാര്യം ഫിനാൻഷ്യലി ടൈറ്റ് ആവുന്നു. അപ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞ സമയത്തേക്കാണെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ നിന്നവരും ആൾക്കാരെ എല്ലാവരും ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവരെല്ലാം ഒരു ജോലിയിലോട്ട് അല്ലെങ്കിൽ ഒരു പഠിത്തത്തിലോട്ട് അങ്ങനെ പല മേഖലയിലോട്ട് അവർ സെറ്റായി തുടങ്ങി. എൻ്റെ കൺമുന്നിൽ തന്നെ കാണാം. അപ്പം ഇത്രയും വർഷമായിട്ട് പഠിത്തം കഴിഞ്ഞിട്ടും ഇത്രയും വർഷമായിട്ടും എനിക്കൊരു മാറ്റമില്ല. അവരെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഡെയിലി ജോലിക്ക് പോകുന്ന ആൾ ഞാനാണ്. പക്ഷേ എൻ്റെ കയ്യിലൊന്നുമില്ല, ഒരിടത്തെത്തിയില്ല. ചില രാത്രികളെന്ന് പറയുമ്പോഴത്തേക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാര്യം ഒരിടത്തും എന്നും കഷ്ടകാലം മാത്രമല്ല, 16ാമത്തെ വയസ്സിൽ തുടങ്ങിയതല്ലേ, ഇത് തീരണമില്ലല്ലോ എന്നെല്ലാം വിചാരിച്ച് ഉറക്കം പോലും ഇല്ലാതെ രാവുകളുണ്ടായിട്ട്. അപ്പോൾ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു എനിക്കിനി വേണ്ട, എൻ്റെ കൈത്തൊഴിലെന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ച് പഠിച്ച് ഈ ജോലി എനിക്ക് വേണ്ട. ഇത് പഠിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ എന്നാലും എനിക്കിത് വേണ്ട, വേറെ ജോലിയിലോട്ട് പോകണം. അങ്ങനെ ഏകദേശം എൻ്റെ ആശാൻ്റെ അവിടെ നിന്നതിന് ശേഷം തന്നെയാണ് ഞാൻ പിന്നെ വേറെ മലയൻകീഴ് ഒരു വർഷാപ്പ്, അവിടെ ഏകദേശം 1 കൊല്ലം നിന്നായിരുന്നു. ബജാജിൻ്റെ ഷോറൂമിൽ നിന്നായിരുന്നു. പിന്നെ വേറെ എംഹയുടെ അടുത്ത് നിന്നായിരുന്നു. അങ്ങനെ മാറി തന്നെയാണ് ഞാൻ നിന്നത്. പക്ഷെ മാറി നിൽക്കുമ്പോൾ ഒരു പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. എന്നിട്ടും ഇതെല്ലാം വേണ്ട വെച്ചിട്ട് ഞാൻ വേറൊരു ജോലിയിലോട്ട് പോയി. വേറൊരാളെ കണ്ട് പിന്നെ ആക്രി പൊളിക്കാൻ പോയി. അത് എന്നെ കൊണ്ട് സെറ്റായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് തണ്ണിമത്തൻ കച്ചവടത്തിന് പോയി. അതെന്നെ കൊണ്ട് സെറ്റായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് CC പിടിക്കാൻ വേണ്ടി ബൈക്കിൻ്റെ CC പിടിക്കും. മുത്തൂരിൻ്റെ ഫിൻകോർപ്പിൽ ഞാൻ പോയി. അതും എന്നെ കൊണ്ട് നടന്നിട്ടില്ല. പിന്നെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ കമ്പനിയിൽ പോയി. അതും എന്നെ കൊണ്ട് പറ്റണില്ല. പിന്നെ വെൽഡിങ് പണിക്ക് പോയി, നടക്കുന്നില്ല. അവസാനം പിന്നെ മേക്കപ്പ് ഫീൽഡിൽ മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ട്, പക്ഷെ അത് ഞാൻ കുറച്ചാൾ പിടിച്ചു നിന്നെങ്കിൽ പോലും ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പല സാഹചര്യങ്ങൾ കാണാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്നുള്ള വിഷയം വന്നപ്പോഴത്തേക്ക് എനിക്കതൊന്നും പറ്റണില്ല. അങ്ങനെ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കൈത്തൊഴിലും എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇത്രയും നാൾ കറങ്ങി ചുറ്റി നടന്ന പല ജോലികളും എൻ്റെ കയ്യിൽ നിന്ന് പോയി. എവിടെയാണോ തുടങ്ങി അവിടെ തന്നെ ഞാൻ തിരിച്ചെത്തി. കാര്യം കയ്യിൽ പൈസയില്ല. മറ്റുള്ളത് പോകുമ്പോൾ മറ്റുള്ളത് സംസാരിക്കുമ്പോൾ എപ്പോഴും എനിക്കൊരിത് കയ്യിലൊന്നും ഇല്ലല്ലോ, ഇത് പോകാനൊരു മടി. അങ്ങനെ പല പ്രശ്നങ്ങളും എന്നിലോട്ട് ഇങ്ങനെ വന്നായിരുന്നു.